നമസ്കാരം. പുതിയ വീഡിയോ ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റ്, അതിൻ്റെ പേപ്പറുകൾ, സിലബസ്, പിന്നെ അതുമായി ബന്ധപ്പെട്ടുണ്ടായേക്കാവുന്ന സംശയങ്ങൾ, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് പുതിയതായിട്ട് ഡിപ്പാർട്ട്മെൻ്റൽ പരീക്ഷ എഴുതാൻ പോകുന്ന ഒരാൾ തീർച്ചയായിട്ടും ഇത് മുഴുവനായിട്ടും കേൾക്കണം. ഈ പരീക്ഷ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായേക്കാവുന്ന സംശയങ്ങളൊക്കെ ഈ വീഡിയോയിൽ, സംശയങ്ങളുടെ ഉത്തരങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് മുഴുവനായി കേട്ട് അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ തന്നെ ദൂരീകരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പ്രൊഫൈലിൽ അപ്ലൈ ചെയ്യാവൂ എന്നാണ് എനിക്ക് ഇതോടനുബന്ധിച്ച് പറയാനുള്ളത്. ഒന്ന്, നമുക്കറിയാം, ഈ ഡിപ്പാർട്ട്മെൻ്റൽ പരീക്ഷ എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സർക്കാർ ജീവനക്കാർ മാത്രമാണ് ഈ പരീക്ഷ എഴുതാൻ പാടുള്ളൂ. കാരണം മറ്റ് പുറത്തുള്ള ഒരാൾക്ക് ഈ ഡിപ്പാർട്ട്മെൻ്റൽ പരീക്ഷ നേരത്തെ എഴുതി വെക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. അതിനുള്ള അവസാനത്തെ ഹോൾ ടിക്കറ്റിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസ് മേധാവി അറ്റസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നേരത്തെ ഒരു പരീക്ഷ എഴുതി വെക്കാം. സർക്കാർ സർവീസിൽ കയറിയതിന് ശേഷം മാത്രമേ ഈ പരീക്ഷ എഴുതാൻ കഴിയൂ. നമുക്കറിയാം, മിക്ക പ്രൊമോഷനുകൾക്കും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിനും വേണ്ടി ഡിപ്പാർട്ട്മെൻ്റൽ പരീക്ഷകൾ നിർബന്ധമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് LD ക്ലർക്ക്, ലോവർ ഡിവിഷൻ ക്ലർക്ക്, ആ ലോവർ ഡിവിഷൻ ക്ലർക്കിൻ്റെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ, പ്രൊബേഷൻ നമുക്കറിയാം LDCക്ക് 2 വർഷമാണ് പ്രൊബേഷൻ. ആ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ, അതായത് MOP, ഓഫീസ് നടപടിക്രമം എന്ന ഒരു പേപ്പർ, 100 മാർക്കിൻ്റെ ഒരു പേപ്പറാണ്. ആ പേപ്പർ പാസ്സായാൽ മാത്രമേ LD ക്ലർക്കിൻ്റെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുള്ളൂ. നമുക്കറിയാം, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്താൽ മാത്രമേ നമുക്ക് രണ്ടാമത്തെ ഇൻക്രിമെൻറ്റ് കിട്ടുള്ളൂ. ഒരാൾ ഇപ്പോൾ MOP പാസ്സായില്ല, MOP പാസ്സാകാതെ, അതായത് മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ പാസ്സാകാതെ 5, 6, 8, 10 കൊല്ലം കഴിഞ്ഞവരുണ്ട്. അപ്പോൾ അവരുടെ പ്രൊബേഷൻ നീണ്ടു പോവാണ്. അപ്പോൾ ഫലത്തിൽ എന്താ സംഭവിക്കുന്നത്? 10 വർഷത്തിനിടയിൽ അവർക്ക് ആകെ കിട്ടിയത് ഒരു ഇൻക്രിമെൻ്റ് ആയിരിക്കും. രണ്ടാമത്തെ ഇൻക്രിമെൻ്റ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഫർദറായിട്ട് വരുന്ന 3, 4 ഒന്നും കിട്ടാറില്ല. അപ്പോൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യേണ്ടത് നമ്മുടെ സർവീസിൽ അനിവാര്യമാണ്. അതുപോലെ LD ക്ലർക്ക് പോലെയുള്ള തസ്തികൾക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ MOP പാസ്സായിരിക്കേണ്ടതാണ്. അത് 100 മാർക്കിൻ്റെ ഒരു പേപ്പറാണ്. ഓഫീസ് നടപടിക്രമങ്ങളാണ്. ഒരു LD ക്ലർക്കിനെ സംബന്ധിച്ചിടത്തോളം ഓഫീസിൽ നമ്മൾ നിഷ്കർഷിച്ചിരിക്കുന്ന ചില ചട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ആ രീതിയിൽ തന്നെ ഫയലുകൾ നീങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ഓഫീസ് നടപടിക്രമങ്ങൾ എന്ന് പറയുന്ന പരീക്ഷ പാസ്സാകേണ്ടതും അത്യാവശ്യമാണ്. ഇനി ഈ LD ക്ലർക്കിന് തന്നെ പ്രൊബേഷനൊക്കെ ഡിക്ലെയർ ചെയ്തു, MOP പാസ്സായി, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തു, അടുത്ത പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ നിർബന്ധമായിട്ടും അക്കൗണ്ട് ടെസ്റ്റ് ലോവർ പാസ്സാകേണ്ടതുണ്ട്. ഡിപ്പാർട്ട്മെൻ്റൽ പരീക്ഷയുടെ അടുത്ത മറ്റൊരു പരീക്ഷയാണ് അക്കൗണ്ട് ടെസ്റ്റ് ലോവർ എന്ന് പറയും. ആ പരീക്ഷ പാസ്സായാൽ മാത്രമേ ഒരു LD ക്ലർക്ക് UD ക്ലർക്ക് ആവുന്നുള്ളൂ. MOP പാസ്സായ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യും. അടുത്ത പരീക്ഷ പാസ്സായില്ലെങ്കിൽ ഇവർ LD ക്ലർക്കായി തന്നെ മുമ്പോട്ട് പോകും. അതാണ്. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻ്റ് പരീക്ഷയുടെ ഈ അക്കൗണ്ട് ടെസ്റ്റ് ലോവർ എന്ന് പറയുന്നത്, ഈ പരീക്ഷകളൊക്കെ തന്നെ MOP ആയാലും അക്കൗണ്ട് ടെസ്റ്റ് ലോവർ ആയാലും തന്നെ കാലതാമസം ഇല്ലാതെ നമ്മൾ സർവീസിൽ കയറിയാൽ ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് ഈ പരീക്ഷകളൊക്കെ പാസ്സാകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. നമുക്കറിയാം, നമുക്ക് ഗ്രേഡ് കിട്ടുന്നത് 8ാമത്തെ വർഷമാണ്. ഹൈസ്കൂൾ ടീച്ചർ ഒഴികെ, ഹൈസ്കൂൾ ടീച്ചറിന് 7 വർഷമാണ്. ബാക്കി എല്ലാ പോസ്റ്റുകൾക്കും 8ാമത്തെ വർഷമാണ് നമുക്ക് ഗ്രേഡ് കിട്ടുന്നത്. അതേ സമയത്ത് നമ്മൾ മിക്കവാറും വകുപ്പുകളിലൊക്കെ 5, 6 വർഷങ്ങൾ ആകുമ്പോൾ തന്നെ LD ക്ലർക്ക് UD ക്ലർക്കായി മാറും. എന്ന് പറഞ്ഞാൽ ഈ 8ാം വർഷം ലഭിക്കുന്ന ഗ്രേഡിൻ്റെ അതേ സ്കെയിലിലേക്ക് അവർ മാറും. അതേ സമയത്ത് നമ്മൾ 8 വർഷം വരെ നമുക്ക് പ്രൊമോഷൻ ലഭിച്ചില്ല എങ്കിൽ മാത്രമാണ് നമുക്ക് 8ാമത്തെ വർഷം ഈ ഗ്രേഡ് ലഭിക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഗ്രേഡ് എന്ന് പറയുന്നത്, ഗ്രേഡ് കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മൾ കയറിയത് മുതൽ ആദ്യത്തെ പ്രൊമോഷൻ നമുക്ക് 8 വർഷത്തിനുള്ളിൽ തരാൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രമാണ് നമുക്ക് ഗ്രേഡ് ലഭിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കുക. അപ്പോൾ അക്കൗണ്ട് ടെസ്റ്റ് ലോവർ എന്ന് പറയുന്നതാണ് നമ്മൾ ഈ പ്രൊമോഷന്, അതായത് LD ക്ലർക്ക് UD ക്ലർക്ക് ആകാൻ ഒരു ഹൈസ്കൂൾ ടീച്ചർ
ഹൈസ്കൂൾ HM ആകാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾക്ക് അത്യാവശ്യമുള്ള ഒന്നാണ് ഈ അക്കൗണ്ട് ടെസ്റ്റ് ലോവർ. ഞാനതിൻ്റെ പേപ്പറുകൾ, അക്കൗണ്ട് ടെസ്റ്റ് ലോവറിൻ്റെ പേപ്പറുകൾ ഒന്ന് പറയാം. അക്കൗണ്ട് ടെസ്റ്റിൽ 2 വിഭാഗമാണുള്ളത്, 3 വിഭാഗമാണ് ശരിക്കുള്ളത്. ഒന്ന് അക്കൗണ്ട് ടെസ്റ്റ് ലോവർ, 2 അക്കൗണ്ട് ടെസ്റ്റ് ഹയർ. ഈ അക്കൗണ്ട് ടെസ്റ്റ് ലോവറിൽ 4 പേപ്പറുകളാണുള്ളത്, അക്കൗണ്ട് ടെസ്റ്റ് ഹയറിലും 4 പേപ്പറുകളുണ്ട്. പിന്നെ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിനുള്ള 2 പരീക്ഷകൾ. അപ്പോൾ ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ഡിപ്പാർട്ട്മെൻറ്റൽ പരീക്ഷയിലുള്ള പ്രധാന പേപ്പറുകൾ. അപ്പോൾ നമ്മൾ എന്താ ഈ അക്കൗണ്ട് ടെസ്റ്റ് ലോവറും ഹയറും തമ്മിൽ എന്താ മാറ്റം എന്ന് പറഞ്ഞാൽ മാറ്റങ്ങളൊന്നുമില്ല. ലോവറിൻ്റെ അതേ പുസ്തകങ്ങളും അതേ സിലബസും തന്നെയാണ് നമ്മൾ ഹയറിലും പഠിക്കുന്നത്. അക്കൗണ്ട് ടെസ്റ്റ് ഹയറിലും ലോവറിലും പഠിക്കുന്ന പുസ്തകങ്ങൾ ഒന്ന് തന്നെയാണ്. ഒരു ചെറിയ മാറ്റം മാത്രമേ ഉള്ളൂ. ഹയറിൽ, അക്കൗണ്ട് ടെസ്റ്റ് ഹയറിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ബെയർ ആക്ട്സ് കൂടി അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിമാണ്. പിന്നെ എന്തുകൊണ്ട് ഈ ലോവർ എന്നും ഹയർ എന്നും വന്നിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ ലോവറിനേക്കാൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ഉള്ള, കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങളാണ് ഹയറിൽ വരുന്നത് എന്നാണ് സങ്കല്പം. പക്ഷെ ചില സന്ദർഭത്തിൽ ലോവറിനേക്കാൾ എളുപ്പമായിരിക്കും ഹയർ, അങ്ങനെയും വരാറുണ്ട്. അതുകൊണ്ടാണ് ലോവർ ഹയർ എന്ന് പറഞ്ഞ് 2ആക്കി തിരിച്ചിരിക്കുന്നത്. അല്ലാതെ മറ്റു വ്യത്യാസങ്ങൾ ഒന്നും തന്നെ, പേപ്പറുകളൊക്കെ പുസ്തകങ്ങൾ, പഠിക്കേണ്ട പുസ്തകങ്ങൾ സെയിമാണ്, നമ്മൾ അതിലുള്ള കണ്ടന്റ് സെയിമാണ്, ഒക്കെ ക്വസ്റ്റ്യൻ പാറ്റേൺ സെയിമാണ്, ഒക്കെ സെയിമാണ്. പക്ഷെ ഈ തീവ്രത ഡീപ്പായിട്ട്, കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള കടുപ്പത്തിലുള്ള ചോദ്യങ്ങൾ ഹയറിൽ വരുന്നു എന്നും ഒരു സങ്കല്പം അതിലുണ്ട്. അങ്ങനെ അതിനെ 2ആക്കി, ഹയർ എന്നും ലോവർ എന്നും 2ആക്കി തിരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ അക്കൗണ്ട് ടെസ്റ്റ് ലോവറിൻ്റെ പേപ്പറുകളാണ് പറയുന്നത്, പേപ്പറുകളും അതിൻ്റെ പുസ്തകങ്ങളും. അക്കൗണ്ട് ടെസ്റ്റ് ലോവറിലെ 1ാമത്തെ പേപ്പർ കേരള സർവീസ് റൂൾസ് ആണ്. കേരള സർവീസ് റൂൾസിൽ വോളിയം 1ഉം വോളിയം 2ഉം ഉണ്ട്. ഈ 2 പുസ്തകങ്ങൾ ചേർന്നതാണ് KSR എന്ന് പറയുന്ന, കേരള സർവീസ് റൂൾസ് എന്ന് പറയുന്ന 1ാമത്തെ പരീക്ഷ. ഈ 1ാമത്തെ പരീക്ഷയുടെ ഒരു പ്രത്യേകത, ഈ പരീക്ഷ മാത്രമാണ്, ഈ കേരള സർവീസ് റൂൾസ് മാത്രമാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കേരള സർവീസ് റൂൾസ് എന്ന് പറഞ്ഞാൽ, സംസ്ഥാനത്തെ ജീവനക്കാരുടെ സേവന വേതന പെൻഷൻ വ്യവസ്ഥകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഈ കേരള സർവീസ് റൂൾ. അപ്പോൾ കേരള സർവീസ് റൂൾസിൽ ജനങ്ങളെ സംബന്ധിക്കുന്നതോ മറ്റ് ഭരണപരമായ കാര്യങ്ങളോ അല്ല പ്രതിപാദിക്കുന്നത്, മറിച്ച് ജീവനക്കാരുടെ സേവന വേതന പെൻഷൻ TA പോലെയുള്ള വ്യവസ്ഥകളാണ് അതിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് ഇതിന് 2 പുസ്തകങ്ങളാണ് നമുക്കുള്ളത്. ഈ 2 പുസ്തകങ്ങളും നമുക്ക് പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകാം. വിത്ത് ബുക്കാണ് അത്. പരീക്ഷയ്ക്ക് ആ 2 ബുക്കുകൾ വെച്ച് നോക്കി റെഫർ ചെയ്തിട്ട് നമുക്ക് പരീക്ഷ എഴുതാം എന്നുള്ളതാണ് ഈ 1ാമത്തെ പേപ്പറായ കേരള സർവീസ് റൂൾസിൻ്റെ പ്രത്യേകത. ഇനി 2ാമത്തെ പേപ്പർ, അപ്പോൾ 2 പുസ്തകങ്ങൾ വേണം 1ാമത്തെ പേപ്പറിന്. കേരള സർവീസ് റൂൾ 2 വോളിയം ഉണ്ട്. അത് 2 പുസ്തകങ്ങൾ, ആ 2 പുസ്തകവും എടുത്തുകൊണ്ട് അത് വായിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് എടുത്തുകൊണ്ട് തന്നെ, പുസ്തകം റെഫർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പരീക്ഷാ ഹാളിൽ പരീക്ഷ എഴുതാം. ഇനി 2ാമത്തെ പേപ്പർ കേരള ഫിനാൻഷ്യൽ കോഡ്. കേരള ഫിനാൻഷ്യൽ കോഡിന് 2 വോള്യങ്ങളുണ്ട്, വോളിയം 1ഉം വോളിയം 2ഉം. കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1 ആൻഡ് വോളിയം 2. പിന്നെ കേരള ബഡ്ജറ്റ് മാനുവൽ എന്ന ഒരു പുസ്തകം കൂടിയുണ്ട്. അപ്പോൾ 2ാമത്തെ പേപ്പറിന്, അക്കൗണ്ട് ടെസ്റ്റ് ലോവറിലെ 2ാമത്തെ പേപ്പറിന് 3 പുസ്തകങ്ങളാണുള്ളത്. കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1, കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 2, കേരള ബഡ്ജറ്റ് മാനുവൽ. അപ്പോൾ 3 പുസ്തകങ്ങൾ. ഈ 3 പുസ്തകങ്ങളും നമുക്ക് പരീക്ഷാ ഹാളിൽ കൊണ്ടുപോയി റെഫർ ചെയ്ത് പരീക്ഷ എഴുതാം. വിത്ത് ബുക്സാണ്, എല്ലാം വിത്ത് ബുക്സാണ്. ഇനി അക്കൗണ്ട് ടെസ്റ്റ് ലോവറിൻ്റെ 3ാമത്തെ പേപ്പർ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ അക്കൗണ്ട് ആൻഡ് ഓഡിറ്റ്സ് 1, പിന്നെ കേരള അക്കൗണ്ട് കോഡ് വോളിയം 1. 2 പുസ്തകങ്ങളാണ്. ഈ 2 പുസ്തകങ്ങളിൽ ആദ്യത്തെ പുസ്തകം ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ അക്കൗണ്ട് ആൻഡ് ഓഡിറ്റ്സ് എന്ന പുസ്തകം വെച്ചിട്ട് പരീക്ഷ എഴുതാൻ കഴിയില്ല. അതുമാത്രമാണ് വിത്തൗട്ട് ബുക്കിൽ വരുന്നത്. എന്നാൽ അതിൻ്റെ കൂട്ടത്തിലുള്ള അക്കൗണ്ട് കോഡ്, കേരള അക്കൗണ്ട് കോഡ് വോളിയം 1, കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 എന്ന പുസ്തകം പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകാം. അപ്പോൾ 3rd പേപ്പറിൽ 2 പുസ്തകങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്, പിന്നെ ഉള്ളത് കേരള അക്കൗണ്ട് കോഡ് വോളിയം 1. ഈ 2 പുസ്തകങ്ങളിൽ ഒരു പുസ്തകം പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകാൻ പാടില്ല. വിത്തൗട്ട് ബുക്കായിട്ടാണ് പരീക്ഷ എഴുതേണ്ടത്. എന്നാൽ ഈ അക്കൗണ്ട് കോഡ്, കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 നമുക്ക് പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകാം. ക്ലിയർ? 3rd പേപ്പർ.
ഇനി ഫോർത്ത് പേപ്പർ, നാലാമത്തെ പേപ്പർ എന്ന് പറയുന്നത് കേരള ട്രഷറി കോഡ് വോളിയം 1 and 2, 2 ബുക്കായി. കേരള ട്രഷറി കോഡ് വോളിയം 1, കേരള ട്രഷറി കോഡ് വോളിയം 2, പിന്നെ കേരള അക്കൗണ്ട് കോഡ് വോളിയം 2. നേരത്തെ വോളിയം 1 ആയിരുന്നു നമ്മൾ കഴിഞ്ഞ തേർഡ് പേപ്പറിൽ പറഞ്ഞത്. ഫോർത്ത് പേപ്പറിൽ ട്രഷറി കോഡിൻ്റെ കൂട്ടത്തിൽ കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 എന്ന പേപ്പർ കൂടി, എന്ന പുസ്തകം കൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ നാലാമത്തെ പേപ്പറിൽ 3 പുസ്തകങ്ങളായി. കേരള ട്രഷറി കോഡിൻ്റെ 2 പുസ്തകങ്ങളും കേരള അക്കൗണ്ട് കോഡ് വോളിയം 2ൻ്റെ 1 പുസ്തകവും. അപ്പോൾ ആകെ 3 പുസ്തകങ്ങൾ. ഈ 3 പുസ്തകങ്ങളും വെച്ച് നമുക്ക് പരീക്ഷ എഴുതാം. അപ്പോൾ 4 പേപ്പർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം, അപ്പോൾ അക്കൗണ്ട് കോഡ്, അക്കൗണ്ട് ടെസ്റ്റ് ലോവറിൻ്റെ 4 പേപ്പറിൽ ഒരു പേപ്പറിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ നമുക്ക്, അതായത് മൂന്നാമത്തെ പേപ്പറിലെ ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്സ് മാത്രം എന്ന് പറയുന്ന ആ ബുക്ക് മാത്രമേ വിത്തൗട്ട് ബുക്കുള്ളൂ. ബാക്കി എല്ലാ പേപ്പറുകൾക്കും, ബാക്കി എല്ലാത്തിനും പരീക്ഷയ്ക്ക് പുസ്തകങ്ങൾ വെച്ചെഴുതാം. ഇനി ഇതിൻ്റെ ഹയർ പേപ്പർ, ഈ ഹയർ പേപ്പർ എന്ന് പറയുന്നത് പേപ്പറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ട്. സംഗതിയൊക്കെ തുല്യം തന്നെയാണ്. KSRും KFCയും കേരള ട്രഷറി കോഡും ഒക്കെ ഉണ്ട്, പക്ഷെ പേപ്പറും മാറ്റമാണ്. ഇപ്പം നമ്മൾ ഹയറിലെ പേപ്പറുകളാണ് ഞാൻ പറയുന്നത്. ഹയറിൽ ഒന്നാമത്തെ, അതായത് അക്കൗണ്ട് ടെസ്റ്റ് ഹയറിൽ ഒന്നാമത്തെ പേപ്പർ എന്ന് പറയുന്നത് കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1, കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 2, കേരള ബഡ്ജറ്റ് മാനുവൽ. ഇതാണ് അക്കൗണ്ട് ടെസ്റ്റ് ഹയറിലെ ഒന്നാമത്തെ പേപ്പർ. വ്യത്യാസമൊന്നുമില്ല. ലോവറിലെ രണ്ടാമത്തെ പേപ്പറാണ് ഹയറിൽ ഒന്നാമത്തെ പേപ്പറായിട്ട് വരുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ആ പേപ്പറിൻ്റെ ക്രമത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹയറിലെ ഒന്നാമത്തെ പേപ്പർ ഞാൻ പറഞ്ഞു, കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1, വോളിയം 2, പിന്നെ കേരള ബഡ്ജറ്റ് മാനുവൽ. ആകെ 3 പുസ്തകങ്ങൾ. ഇത് 3 പുസ്തകം വെച്ച് പരീക്ഷ എഴുതാം. ഇനി ഹയറിലെ രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ട്സ് ആൻഡ് ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്സ്, കേരള അക്കൗണ്ട് കോഡ് വോളിയം 1, 2 ബുക്കായി. ഇത് കൂടാതെ ഒരു അഡീഷണൽ ബുക്ക് കൂടി ഇതിൽ വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബെയർ ആക്ട്. അപ്പോൾ ഇതിൽ ഹയറിലെ രണ്ടാമത്തെ പേപ്പർ 3 പുസ്തകങ്ങളാണ്. ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്, കേരള അക്കൗണ്ട് കോഡ് വോളിയം 1, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബെയർ ആക്ട്. 3 പുസ്തകങ്ങൾ. ഈ 3 പുസ്തകങ്ങളിൽ 2 പുസ്തകങ്ങൾ പരീക്ഷകളിൽ കൊണ്ടുപോകാം. ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് മാത്രം കൊണ്ടുപോകാൻ പറ്റില്ല. അത് ലോവറിനും കൊണ്ടുപോകാൻ പറ്റില്ല, ഹയറിനും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഈ സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് അക്കൗണ്ട് ടെസ്റ്റ് ലോവറിലെ 3ാമത്തെ പേപ്പറാണ് ശരിക്കും ഈ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ അക്കൗണ്ട്. എന്നാൽ ഇവിടെ അത് 2ാമത്തെ പേപ്പറായിട്ടാണ് വരുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ ആകെ ലോവറും ഹയറും തമ്മിലുള്ള ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പോൾ കൂട്ടിച്ചേർക്കപ്പെട്ട ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബെയർ ആക്ട് എന്ന് പറയുന്ന പുസ്തകം മാത്രമാണ്. ഇനി ഹയറിലെ 3ാമത്തെ പേപ്പർ കേരള ട്രഷറി കോഡ് വോളിയം 1, വോളിയം 2, പിന്നെ കേരള അക്കൗണ്ട് കോഡ് വോളിയം 2. 3 പുസ്തകങ്ങൾ ആണ് ഏതിലെ വരുന്നത്? അക്കൗണ്ട് ടെസ്റ്റ് ഹയറിലെ 3ാമത്തെ പേപ്പർ. ഇത് ലോവറിലാണെങ്കിൽ ലോവറിലെ 4ാമത്തെ പേപ്പറാണ് അക്കൗണ്ട് ടെസ്റ്റ് ഹയറിൽ 3ാമത്തെ പേപ്പറായിട്ട് വരുന്നത് എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇനി ഹയറിൽ, ഇപ്പോൾ ഹയറിലെ തേർഡ് പേപ്പർ ഞാൻ പറഞ്ഞു, KTC കേരള ട്രഷറി കോഡ് വോളിയം 1, വോളിയം 2, കേരള അക്കൗണ്ട് കോഡ് വോളിയം 2. ഇനി 4ാമത്തെ പേപ്പർ, ഹയറിലുള്ള 4ാമത്തെ പേപ്പർ എന്ന് പറയുന്നത് കേരള സർവീസ് റൂൾസ് ആണ്. കേരള സർവീസ് വോളിയം 1, വോളിയം 2. ഇത് എല്ലാം ഇപ്പോൾ പുസ്തകം വെച്ചിട്ട് പരീക്ഷ എഴുതാം. അപ്പോൾ ഈ 2 പരീക്ഷകൾക്കും തന്നെ പുസ്തകം വെച്ചിട്ടാണ്, എല്ലാം വിത്ത് ബുക്സ് ആണ്. ഒരേ ഒരു പുസ്തകം മാത്രമേ വെക്കാൻ പാടില്ലാത്തതുള്ളൂ. ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് എന്ന് പറയുന്ന പുസ്തകം അത് ലോവറിലും പറ്റില്ല, ഹയറിലും പരീക്ഷ ഹോളിൽ കൊണ്ടുപോയി പരീക്ഷ എഴുതാൻ പറ്റില്ല. ബാക്കി എല്ലാം പുസ്തകം വെച്ച് പരീക്ഷ എഴുതാവുന്നവയാണ്. ഇനി അടുത്ത പരീക്ഷ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്കുള്ള പരീക്ഷയാണ്. ആ എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്കുള്ള പരീക്ഷ എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഗസറ്റഡ് ഓഫീസർ തസ്തികയിൽ നേരിട്ട് വരുന്നവർക്കാണ് ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ പരീക്ഷ എന്ന് പറയുന്നത്. ഒരു ഡോക്ടർ ഒരു ഹെൽത്ത് സെൻ്ററിൽ ഗവൺമെൻറ് സെക്ഷനിൽ ജോയിൻ ചെയ്തു. അവർ ഗസറ്റഡ് ഓഫീസറാണ് ശരിക്കും. ഒരു കൃഷി ഓഫീസർ, ഒരു അഗ്രികൾച്ചറൽ ഓഫീസർ
നേരിട്ട് അഗ്രികൾച്ചറൽ ഓഫീസറായിട്ട് വരുന്നു. അദ്ദേഹം എന്താണ്, ഗസറ്റഡ് ഓഫീസറാണ്. അപ്പോൾ അത്തരം നേരിട്ട് എന്നാ പറയേണ്ടത്, പ്രൊമോഷൻ വഴിയല്ല, നേരിട്ട്. പ്രൊമോഷൻ വഴി നമ്മൾ നേരത്തെ ടെസ്റ്റുകൾ പാസ്സായിട്ടാണ് ഈ പ്രൊമോഷൻ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ നേരിട്ട് ഈ തസ്തികയിലേക്ക് വരുന്നവർക്ക്, ഗസറ്റഡ് ഓഫീസർ തസ്തികയിലേക്ക് വരേണ്ടവർക്ക് ഈ അക്കൗണ്ടസ്റ്റ് ലോവറോ അക്കൗണ്ടസ്റ്റ് ഹയറോ ഒന്നും എഴുതേണ്ടതില്ല. അവർക്ക് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിനുള്ള 2 പരീക്ഷകൾ മാത്രം എഴുതിയാൽ മതി. ആ 2 പരീക്ഷകളാണ് ഞാൻ ഇനി പറയുന്ന 2 പേപ്പർ. അതിൽ പേപ്പർ 1, എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് വേണ്ട പേപ്പർ 1 എന്ന് പറയുന്നത് കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1ഉം 2. കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1, കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 2, കേരള ബഡ്ജറ്റ് മാനുവൽ. ഇപ്പോൾ എത്ര പുസ്തകമായി? 1, 2, 3 പുസ്തകമായി. ദെൻ കേരള അക്കൗണ്ട് കോഡ് വോളിയം 1. 4 പുസ്തകങ്ങളാണ് ഫിനാൻഷ്യൽ കോഡിൽ, കേരള ഫിനാൻഷ്യൽ കോഡിൽ എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്കുള്ള ആദ്യത്തെ പരീക്ഷ എന്ന് പറയും. ഏതൊക്കെയാണ്? കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1, കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 2, കേരള ബഡ്ജറ്റ് മാനുവൽ, കേരള അക്കൗണ്ട് കോഡ് വോളിയം 1. 4 പുസ്തകങ്ങൾ ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ്. ആരാ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് ഞാൻ പറഞ്ഞു. ഇനി രണ്ടാമത്തെ പേപ്പർ, എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെ രണ്ടാമത്തെ പേപ്പർ കേരള സർവീസ് റൂൾസാണ്. വോളിയം 1 ആൻഡ് വോളിയം 2. കേരള സർവീസ് റൂൾ. അപ്പോൾ 2 പുസ്തകങ്ങൾ. അപ്പോൾ ഇവരുടെ ഈ പുസ്തകങ്ങളൊക്കെ തന്നെ എല്ലാം എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെ പരീക്ഷയിലെ എല്ലാ വിത്ത് ബുക്സാണ്. പരീക്ഷയിൽ പുസ്തകങ്ങൾ കൊണ്ടുപോയിട്ട് തന്നെ നമുക്ക് പരീക്ഷ എഴുതാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അക്കൗണ്ടസ്റ്റ് ലോവറിൽ കേരള ഫിനാൻഷ്യൽ കോഡും ഈ പറയുന്നതൊക്കെ ഉണ്ട്, കേരള സർവീസ് റൂൾസും ഉണ്ട്. അക്കൗണ്ടസ്റ്റ് ഹയറിലും കേരള സർവീസ് റൂൾസും കേരള ഫിനാൻഷ്യൽ കോഡും ഉണ്ട്. ഈ പക്ഷേ ഹയറിലെയോ ലോവറിലെയോ KSR പാസ്സായ പോരാ എക്സിക്യൂട്ടീവ് ഓഫീസർ. അതിലെ 2ലെയും KFC കേരള ഫിനാൻഷ്യൽ കോഡ് പാസ്സായാൽ പോരാ എക്സിക്യൂട്ടീവ് ഓഫീസർ. അപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിന് മാത്രമായിട്ടുള്ള KSRഉം കേരള ഫിനാൻഷ്യൽ കോഡ് ടെസ്റ്റും പാസ്സാകണം. അവർക്ക് മാത്രമായി നടത്തപ്പെടുന്ന ആ പേപ്പറുകൾ മറ്റതിൽ ഞാൻ പാസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇവർക്ക് മാത്രമായിട്ടുള്ള ആ പരീക്ഷകൾ പാസ്സാകേണ്ടതായിട്ടുണ്ട് എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കുക. ഇനി നമ്മൾ ഈ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലാ പേപ്പറുകളും ഒരുമിച്ച് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അക്കൗണ്ടസ്റ്റ് ലോവർ എഴുതുന്ന ഒരാൾ അക്കൗണ്ടസ്റ്റ് ഹയറിൻ്റെ 4 പേപ്പർ കൂടി എഴുതുക. അപ്പോൾ 4 8 പേപ്പറിന് നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ ആ പേപ്പറും അപ്ലൈ ചെയ്യാം. അപ്പോൾ ആകെ 9 പേപ്പർ. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേപ്പർ ഏതാ? ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിലാണെങ്കിൽ വിദ്യാഭ്യാസ ചട്ടം, അതിൻ്റെ നിയമങ്ങളും എന്ന് പറയുന്ന ഒരു പേപ്പറുണ്ട്, അതും പാസ്സാകണം. ഇപ്പോൾ റവന്യൂവിലാണെങ്കിൽ റവന്യൂ, അത് ഞാൻ പറയും. അപ്പോൾ അത്തരത്തിൽ ഒരു പേപ്പർ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു പേപ്പർ കൂടിയുണ്ട്, അതുകൂടി നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കഴിവതും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പരീക്ഷ എഴുതുന്ന ആൾക്കാർ അക്കൗണ്ടസ്റ്റ് ലോവർ 4 പേപ്പർ, അക്കൗണ്ടസ്റ്റ് ഹയർ 4 പേപ്പർ, ഒരു പേപ്പറും കൂടി അപ്ലൈ ചെയ്തിട്ട് പരീക്ഷ എഴുതുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഈ ലോവറിലെ 4 പേപ്പർ, ഹയറിലെ 4 പേപ്പർ നമ്മൾ എഴുതി. ഇപ്പം ലോവറിൽ നമുക്ക് KSR മാത്രം കിട്ടിയില്ല, ബാക്കി 3 പേപ്പറും കിട്ടി. അങ്ങനെയെങ്കിൽ അത് ഹയറിലെ KSR, അതായത് ഹയറിലെ 4ാമത്തെ പേപ്പറാണ് കേരള സർവീസ് റൂൾസ് എന്ന് പറയുന്നത്. ആ 4ാമത്തെ പേപ്പർ ഹയറിലെ പാസ്സായാൽ മതി നമ്മൾ. അത് ലോവർ പാസ്സായതിന് തുല്യമായിട്ട് വരും. ലോവറിലെ ഏതെങ്കിലും പേപ്പർ പാസ്സായിട്ടില്ല എങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് പേപ്പർ ഹയറിൽ പാസ്സായാൽ മതി എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ചില ആൾക്കാരൊക്കെ 4, 8 പേപ്പർ 9 പേപ്പർ ഒരുമിച്ച് എഴുതിയെടുക്കും. നമ്മൾ മനസ്സിലാക്കുക, ഇത് വലിയ ബുദ്ധിമുട്ടുള്ള ഒന്നും മനസ്സിരുത്തി കാര്യങ്ങളും മനസ്സിലാക്കിയാൽ തന്നെ ഈ പരീക്ഷകളിലെ എല്ലാ പേപ്പറുകളും നമുക്ക് വളരെ എളുപ്പത്തിൽ വിജയിക്കാവുന്നത് മാത്രമേ ഉള്ളൂ എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കുക. ഇനി ഈ ഞാൻ പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബേറാക്സ്, അത് ഹയറിൽ വരുന്ന ഒരു പേപ്പറാണ്. ഈ ഹയറിൽ വരുന്ന ഈ പേപ്പറിന് മാത്രം പ്രൈവറ്റ് പുസ്തകങ്ങൾ അനുവദിക്കും. ആരുടെ പുസ്തകം, ബാക്കിയെല്ലാം ഗവൺമെൻറ് പുസ്തകങ്ങൾ മാത്രമേ. വിത്ത് ബുക്ക് എന്ന് പറഞ്ഞാൽ
ഗവൺമെൻറ് പുസ്തകങ്ങൾ മാത്രമേ അനുവദിക്കൂ. അതിൽ ഗൈഡ് അനുവദിക്കാറില്ല. പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകുന്ന കാര്യം പറയുമ്പോൾ, വിത്ത് ബുക്കൊക്കെ പറയുമ്പോൾ ഗവൺമെൻറ് പ്രസിദ്ധീകരണങ്ങൾ, അപ്പോൾ ഇതൊക്കെ ഗവൺമെൻറ് പ്രസ്സിലടിച്ച ഔദ്യോഗിക പുസ്തകങ്ങൾ മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂ. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബെയറാക്ട് എന്ന് പറയുന്ന ആ ഒരു പേപ്പർ, ആ ഒരു പുസ്തകം മാത്രം പ്രൈവറ്റ് ഏജൻസിയുടെ പുസ്തകങ്ങൾ കൂടി അനുവദിക്കാറുണ്ട്. ഗൈഡ് അനുവദിക്കാറില്ല, പ്രൈവറ്റ് ഏജൻസിയുടെ പുസ്തകം. അതുകൂടി നമ്മൾ ഓർമ്മിക്കുക. ഞാൻ പറഞ്ഞിരുന്നു, ഇത് ഗവൺമെൻറ് സർവീസിലുള്ളവർക്കാണ് ഈ പരീക്ഷ എഴുതാൻ കഴിയുന്നതെന്ന്. അതിൽ തന്നെ ഗവൺമെൻറ് സർവീസിലുള്ളവർക്ക് ഒബ്ലിഗേറ്ററി എന്ന് പറയുന്ന ഒന്നാണ്. ഒബ്ലിഗേറ്ററി ടെസ്റ്റ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഒബ്ലിഗേറ്ററി ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു തസ്തികയ്ക്ക് വേണ്ടി നിർബന്ധമായും പാസ്സായിരിക്കേണ്ട പരീക്ഷ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ UDC ആവണം നമുക്ക്. ഇപ്പോൾ UDC ആവണമെങ്കിൽ നിർബന്ധമായിട്ടും അക്കൗണ്ടൻസി ലോവർ പാസ്സായിരിക്കണം. അത് LDC അത് പാസ്സായില്ലെങ്കിൽ അയാൾ എങ്ങനെ പോകും? LDC ആയിട്ട് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആ പരീക്ഷ ഒരു LD ക്ലർക്കിനെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഒബ്ലിഗേറ്ററി ടെസ്റ്റായിട്ട് നമ്മൾ പറയും. ഇത്രയും കാലം ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റിന് ഈ പേപ്പർ ഒബ്ലിഗേറ്ററി അല്ലായിരുന്നു, നിർബന്ധമില്ല. പക്ഷെ ഇപ്പോൾ ഈ ഒരു ഉദാഹരണത്തിന് 16/3/2023 മുതൽ ബൈ ട്രാൻസ്ഫർ, ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് ബൈ ട്രാൻസ്ഫർ മുഖാന്തരം ക്ലർക്ക് ആവണമെങ്കിൽ, ശ്രദ്ധിക്കുക, പുതിയ ഓർഡറാണ്, 16/3/2023 മുതൽ ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് ക്ലർക്കായിട്ട് തസ്തിക മാറ്റം വഴി ബൈ ട്രാൻസ്ഫർ വഴി നിയമിക്കപ്പെടണമെങ്കിൽ അയാൾ അക്കൗണ്ട് ടെസ്റ്റ് ലോവർ പാസ്സായിരിക്കണം. പുതിയ ഉത്തരവ്. അപ്പോൾ ഇനി അക്കൗണ്ട് ടെസ്റ്റ് ലോവർ പാസ്സാകാതെ LGS ക്ലർക്കായവരെ 2 വർഷത്തെ ഇളവ് കൊടുത്തിരിക്കുക അക്കൗണ്ട് ടെസ്റ്റ് ലോവർ പാസ്സാകാൻ. അത് പാസ്സായിട്ടില്ലെങ്കിൽ അവരെ റിവേർട്ട് ചെയ്ത് LGS ആക്കി ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് ആക്കി മാറ്റുമെന്ന ഒരു ഉത്തരവും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലം ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റിന് ഈ പരീക്ഷ ഒബ്ലിഗേറ്ററി അല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റിനും ഇത് ഒബ്ലിഗേറ്ററി ടെസ്റ്റായിട്ട് മാറിയിട്ടുണ്ട് എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കുക. പിന്നെ ആരാ ബാക്കിയുള്ളത്? ഈ ഒബ്ലിഗേറ്ററി അല്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ PTCയും FTCയും ഒക്കെ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാവരും തന്നെ ഇപ്പോൾ ഒബ്ലിഗേറ്ററിക്കാരായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഒബ്ലിഗേറ്ററി ടെസ്റ്റ് എഴുതുന്നവർക്ക് ഫ്രീ ചാൻസ് ആണ്. ആദ്യത്തെ ചാൻസ്, ഈ പരീക്ഷ ആദ്യത്തെ ചാൻസ് ഫ്രീ ചാൻസ് ആണ്. അതിന് നമ്മൾ പണം അടയ്ക്കേണ്ടതില്ല, ഈ പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കുക. അതേസമയത്ത് ഈ രണ്ടാമത്തെ തവണ മുതൽ നമ്മൾ ഓരോ പേപ്പറിനുള്ള പരീക്ഷാ ഫീസ് അടയ്ക്കണം. ഇനി ഒരു പേപ്പർ, അക്കൗണ്ടൻസിൻ്റെ ഈ പറയുന്ന ഓരോ പേപ്പറും 100 മാർക്ക് വീതമുള്ള പരീക്ഷകളാണ്. 1.5 മണിക്കൂറാണ് എല്ലാ പേപ്പറിനും. KSRനും മാത്രം 2 മണിക്കൂർ പരീക്ഷയാണ്. ബാക്കി എല്ലാ പേപ്പറുകളും 1.5 മണിക്കൂർ പരീക്ഷയാണ്. 100 ചോദ്യത്തിന് ഓരോ മാർക്കാണ്. ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക്, അങ്ങനെ 100 മാർക്കാണ് ആകെ ഉണ്ടായിരിക്കുക. ഇതിൽ ജയിക്കാൻ 40 മാർക്ക് മതി. 40 മാർക്ക് കിട്ടുക എന്നുള്ളതാണ് നമുക്ക് ലക്ഷ്യം. തെറ്റിയാൽ 3 മാർക്കിന് 3 തെറ്റിന് സാധാരണ PSC പരീക്ഷ പോലെ 1 മാർക്ക് മൈനസ് മാർക്ക് ഉണ്ട്. അപ്പോൾ എത്ര മാർക്ക് പോകും? 3 തെറ്റിൻ്റെ മാർക്കും പോകും, 1 മാർക്ക് അതിൻ്റെ മൈനസും പോകും. അപ്പോൾ 3 ഉത്തരങ്ങൾ തെറ്റിക്കഴിയുമ്പോൾ നമുക്ക് ഫലത്തിൽ 4 മാർക്ക് പോകും. അതായത് നമ്മൾ ശരിയാക്കി വെച്ച ഒന്നിൻ്റെ ഒരു ഉത്തരം കൂടി നമ്മൾ തെറ്റായിട്ട് അതിൻ്റെ മാർക്ക് കൂടി നമുക്ക് നഷ്ടപ്പെടും എന്ന കാര്യവും ഓർമ്മിക്കുക. ഇത് ഓർക്കേണ്ടത് എന്തിനാ? നമ്മൾ കഴിയുന്നതും അറിയുന്ന ഉത്തരങ്ങൾ മാത്രം ചെയ്യുക എന്നതുകൊണ്ടാണ്. 4 ഓപ്ഷനാണുള്ളത്. ഈ ഉത്തരങ്ങൾക്ക് 4 ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ശരിയായ ഒരു ഉത്തരം മാത്രം നമ്മൾ ചെയ്യുക. ബാക്കി ഒരു ഉത്തരമാണ് ശരി ഉത്തരം ഉണ്ടാവുകയുള്ളൂ. പിന്നെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 40 മാർക്ക് കൂടി, ചില ആൾ എഴുതിയിട്ട് 75 മാർക്ക് കിട്ടി. ഈ 75 മാർക്ക് കിട്ടിയതുകൊണ്ട് പ്രത്യേക യാതൊരു ആനുകൂല്യമില്ല. അയാളെ പേപ്പർ നോക്കാൻ വിളിക്കുകയോ അങ്ങനെയൊന്നുമില്ല. അപ്പം നമുക്ക് നമുക്ക് എന്ത് മതി? 40 മാർക്ക് തന്നെ ധാരാളം മതി. അല്ലെ 40 അല്ലെങ്കിൽ കൂടുതൽ 50-55 മാർക്കൊക്കെ തന്നെ ധാരാളം മതി.
അല്ലാതെ കൂടുതൽ മാർക്ക് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ആനുകൂല്യവും പാസ്സായ ആൾക്ക് ഇല്ല. ഇനി പാസ്സാകുമ്പോൾ ഒക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പാസ്സായി കഴിഞ്ഞാൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാം. ഒരു പ്രൊബേഷൻ ഡിക്ലെയർ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിപ്പാർട്ട്മെൻറ്റേഷൻ മുഴുവൻ ഞാൻ പറയാം. ഇപ്പോൾ MOP കാര്യമാണെങ്കിൽ പ്രൊബേഷന് വരുന്നത്, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷ പാസ്സായാൽ അത് ആ സീരീസ് ഓഫ് എക്സാമിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടാണ് കണക്കാക്കുക. എന്ന് പറഞ്ഞാൽ ഒരു LGS LD ക്ലർക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാത്ത ഒരാൾ, അയാൾ MOP പാസ്സായി. അപ്പോൾ അയാൾ MOP പാസ്സായതായിട്ട് കണക്കാക്കുക എന്ന് പറയുന്നത് ഈ ഡിപ്പാർട്ട്മെൻ്റൽ പരീക്ഷ നടന്ന ഒരു 10-20 ദിവസം കൊണ്ടാണ് ഈ ഡിപ്പാർട്ട്മെൻ്റൽ പരീക്ഷ നടന്ന് തീരുന്നത്. ആ സീരീസ് ഓഫ് എക്സാമിൻ്റെ അവസാനത്തെ ഡേറ്റിൽ പാസ്സായതായിട്ട് കണക്കാക്കും. പാസ്സായാൽ, ഇപ്പോൾ തോറ്റാലും അത് കണക്കാക്കുന്നില്ലല്ലോ. പാസ്സായാൽ അപ്പോൾ MOP പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയാണല്ലോ MOP. അപ്പോൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ആ ഡേറ്റാണ് നമ്മൾ ഇയാൾക്ക് വേണ്ടിയിട്ട് എടുക്കുക. ലേറ്റായവരെ സംബന്ധിച്ചോ, പ്രൊബേഷൻ ലേറ്റായവരെ സംബന്ധിച്ചിടത്തോളമാണ് ഞാൻ പറയുന്നത്. ആ ഡിപ്പാർട്ട്മെൻ്റൽ പരീക്ഷകളുടെ ഒരു സീരീസ്, ആ സീരീസ് നടന്ന ഏറ്റവും അവസാനത്തെ പരീക്ഷ നടക്കുന്ന തീയതിയാണ് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാം. എന്നാൽ പ്രൊമോഷന് വേണ്ടിയിട്ട് റിസൾട്ട് വന്ന തീയതിയാണ് പരിഗണിക്കുക. സർട്ടിഫിക്കറ്റ് കിട്ടിയ തീയതിയല്ല. പ്രൊമോഷൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് റിസൾട്ട് വന്ന തീയതിയാണ് പ്രൊമോഷൻ ലഭിക്കാൻ വേണ്ടി. ലേറ്റായിട്ടൊക്കെ ബിലേറ്റഡ് പ്രൊമോഷൻസ് ഉള്ള ആൾക്കാരെയൊക്കെ പറ്റിയാണ് ഞാനിത് പറയുന്നത്. അതാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇനി ഫ്രീ ചാൻസ് അല്ലാത്തവർ, ആദ്യത്തെ തവണ മാത്രമേ ഒബ്ലിഗേറ്ററി ടെസ്റ്റിൽ ആദ്യത്തെ തവണ മാത്രമേ നമുക്ക് ഫ്രീ ചാൻസ് കിട്ടുള്ളൂ. അല്ലാത്ത ആൾക്കാരൊക്കെ തന്നെ ഫ്രീ ചാൻസ് കഴിഞ്ഞാൽ അല്ലാത്ത എല്ലാവരും തന്നെ അതാത് കാലങ്ങളിലുള്ള ഓരോ പേപ്പറിനും നിഷ്കർഷിച്ചിട്ടുള്ള ഫീസ് നമ്മൾ കൃത്യമായിട്ട് അടയ്ക്കണം എന്നതാണ് പറയാനുള്ള മറ്റൊരു കാര്യം. ഇനി ഈ പരീക്ഷകളൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റുകൾ കിട്ടും. സർട്ടിഫിക്കറ്റാണ് കിട്ടുക. ഇപ്പോൾ ഡിഗ്രിക്ക് ഒരുപാട് പേപ്പറുണ്ട്. നമ്മൾ ഡിഗ്രി പരീക്ഷ എഴുതിയ ഒരുപാട് പേപ്പറുകളുണ്ട്. പക്ഷേ അവസാനം നമുക്ക് ഒരൊറ്റ പേപ്പറാണ് സർട്ടിഫിക്കറ്റായിട്ട് കിട്ടുന്നത്. അതുപോലെ ഇവിടെയും അക്കൗണ്ടൻറ്റ് ലോവറിന് ഒരു സർട്ടിഫിക്കറ്റ്, അക്കൗണ്ടൻറ്റ് ഹയറിന് മറ്റൊരു സർട്ടിഫിക്കറ്റ്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സിംഗിൾ പേപ്പർ ഉണ്ട് ഓരോരുത്തർക്കും. ആ സിംഗിൾ പേപ്പർ എഴുതിയ അതിനൊരു സർട്ടിഫിക്കറ്റ്. എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്കുള്ള പരീക്ഷകൾ രണ്ടും പാസ്സായാൽ അതിനൊരു സർട്ടിഫിക്കറ്റ്. ഇങ്ങനെയാണ് സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റുകൾക്ക് നമ്മൾ പ്രത്യേകം പണമടച്ച് നമ്മൾ അപേക്ഷിക്കണം. ഓരോ സർട്ടിഫിക്കറ്റിനും അതിൻ്റേതായ ഓരോ കാലങ്ങളിലുള്ള ഫീസുകളുണ്ട്. അതടച്ച് അപേക്ഷിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ പാസ്സാകുന്നതിന് മുമ്പ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല, പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുക. ഇതിനൊക്കെ നമ്മൾ PSC സൈറ്റിൽ പ്രത്യേക പ്രൊഫൈൽ ഉണ്ടാക്കണം. നമ്മൾ ഉദ്യോഗത്തിന് അപേക്ഷിക്കുമ്പോൾ ഒരു പ്രൊഫൈലുണ്ട്. ആ പ്രൊഫൈലല്ല, മറിച്ച് നമ്മൾ ഡിപ്പാർട്ട്മെൻ്റൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അത് നമ്മൾ സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്കതിലുണ്ട് ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റ്. അത് വെച്ചിട്ട് നമ്മൾ ഒരു പ്രൊഫൈൽ രൂപപ്പെടുത്തണം. ആ പ്രൊഫൈലിലൂടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, അതിലൂടെയാണ് നമ്മൾ ഫീസ് അയക്കേണ്ടത്, അതിലൂടെയാണ് നമ്മൾ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യേണ്ടത്. ഇതും നമ്മൾ ഓർമ്മിക്കും. ഇനി ഈ പരീക്ഷ ഓൺലൈനായിട്ട് നടക്കുന്ന ഈ അടുത്ത കാലം മുതൽ അറിയാമല്ലോ നമുക്ക്. പണ്ട് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയായിരുന്നു ഇത്. അത് മാറി ഒബ്ജക്റ്റീവ് പരീക്ഷയായിട്ട് മാനുവൽ ഒബ്ജക്റ്റീവ് പരീക്ഷകൾ കുറേ കാലം നടന്നു. ഇപ്പോൾ അത് മാറി ഒബ്ജക്റ്റീവ് പരീക്ഷകൾ ഓൺലൈനായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇത് ചില ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ട്, ഇത് കമ്പ്യൂട്ടർ അറിയില്ല, പിന്നെ എങ്ങനെ ഈ പരീക്ഷ എഴുതാൻ? ഇതിൽ കമ്പ്യൂട്ടർ അറിയണമെന്നൊന്നുമില്ല. നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാൻ പഠിച്ചാൽ മതി. ഉത്തരങ്ങൾ ക്ലിക്ക് ചെയ്യാൻ പഠിക്കുക എന്ന് മാത്രമേ ഇതിലുള്ളൂ, അല്ലാതെ കമ്പ്യൂട്ടർ അറിയണമെന്ന് ഇല്ല. ഇനി നമുക്കിതിലുള്ള ഒരു മെച്ചം എന്താണെന്ന് പറഞ്ഞാൽ ഓരോ പേപ്പർ വേഗം വേണമെങ്കിലും എഴുതിയെടുക്കുക എന്നുള്ളതാണ്. അതായത് അക്കൗണ്ട് ടെസ്റ്റിൽ 4 പേപ്പറും ലോവറിലെ ഹയറിലെ 4 8 പേപ്പർ അപ്ലൈ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്ലൈ ചെയ്യാം. പക്ഷെ നമുക്ക് അന്നത്തെ ഒരു സാഹചര്യം വെച്ച് പനി പിടിച്ചു, എഴുതാൻ പറ്റിയില്ല, 2 പേപ്പർ എഴുതാൻ പറ്റുള്ളൂ, 2 മതി. ആ 2 പരിഗണിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എഴുതിയ 2 പേപ്പർ പാസ്സായി. അടുത്ത തവണ നമ്മൾ ബാക്കി പേപ്പറുകൾ എഴുതിയാൽ മതി.
അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ 4, 5, 6, 10 തവണകൾ കൊണ്ട് മാത്രം ഈ പരീക്ഷകൾ ഓരോരോ പേപ്പറായിട്ടോ 2 പേപ്പറായിട്ടോ അല്ല ഒരുമിച്ചോ എങ്ങനെ വേണമെങ്കിലും ഇത് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അപ്പോൾ എല്ലാ പേപ്പറുകളും പാസ്സായതിന് ശേഷം മാത്രമേ നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഹോൾ ടിക്കറ്റുകളൊക്കെ സൂക്ഷിച്ചു വെക്കണം. ആദ്യത്തെ പരീക്ഷ നമ്മൾ എഴുതി, നമുക്ക് ഒരു പേപ്പറാണ് കിട്ടിയത്, നമ്മൾ ആ ഹോൾ ടിക്കറ്റ് അവിടെ സൂക്ഷിച്ചു വെക്കുക. രണ്ടാമത്തെ പരീക്ഷ എഴുതി, അന്നേരം 2 പേപ്പർ കിട്ടി, ആ ഹോൾ ടിക്കറ്റും സൂക്ഷിച്ചു വെക്കുക. അടുത്ത പരീക്ഷ എഴുതുമ്പോൾ ഒരു പേപ്പർ കിട്ടിയാൽ നമുക്ക് ആവശ്യമില്ലാത്തായിരുന്നു, അതും സൂക്ഷിച്ചു. ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഈ സൂക്ഷിച്ചു വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഓരോ പരീക്ഷ എഴുതുമ്പോഴും നമ്മളുടെ രജിസ്റ്റർ നമ്പറുകൾ, ഹോൾ ടിക്കറ്റിലുള്ള രജിസ്റ്റർ നമ്പറുകൾ മാറ്റം ഉണ്ടാവും. അങ്ങനെ എല്ലാ പേപ്പറുകളും പാസ്സായതിനു ശേഷം ഓരോ പരീക്ഷയും ഏത് സമയത്ത് പാസ്സായി, അന്നേരമുള്ള ഏത് മാസം പാസ്സായി, അന്നേരത്തെ രജിസ്റ്റർ നമ്പർ എന്താണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ രേഖപ്പെടുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഓരോ തവണ പരീക്ഷ എഴുതുമ്പോഴും രജിസ്റ്റർ നമ്പറുകൾ നമ്മളുടേത് മാറുന്നുണ്ട് എന്നതുകൊണ്ട് നമ്മൾ എത്ര തവണ എഴുതുന്നുണ്ടോ ആ ഹോൾ ടിക്കറ്റുകളൊക്കെ തന്നെ നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഹയർ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ച് നമ്മൾ അപ്ലൈ ചെയ്യാതിരിക്കുക. ലോവറും ഹയറും ഒരുമിച്ച് എഴുതി അതിൻ്റെ ഏതെങ്കിലും ഒരു പേപ്പർ കിട്ടിയാൽ നമ്മൾ ലോവർ പാസ്സായതായിട്ട് കണക്കാക്കും. അതുകൊണ്ട് എല്ലാ പേപ്പറുകളും അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് എന്ന കാര്യം നമ്മൾ ഒരിക്കൽ കൂടി പറയുകയാണ്. ഇനി അക്കൗണ്ടൻസി ലോവറിന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിലും കിട്ടും. മലയാളം ക്വസ്റ്റ്യനാണ് വേണമെങ്കിൽ അതിൽ മലയാളത്തിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മിക്കവാറും പേർക്ക് ഒരു 95% ജീവനക്കാർക്കും ഇപ്പോൾ ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റ് ഒബ്ലിഗേറ്ററി ആണ്. അപ്പോൾ ഈ ഒബ്ലിഗേറ്ററി ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റിന് പോകുന്നതിന് സ്പെഷ്യൽ കാഷ്വൽ ലീവ് നമുക്ക് ലഭിക്കും. വേണമെങ്കിൽ നമുക്ക് ഡ്യൂട്ടി പോകാനും വരാനും എടുക്കുന്ന സമയം മാത്രമായിട്ടും അവൈൽ ചെയ്യാം. അല്ലെങ്കിൽ സ്പെഷ്യൽ കാഷ്വൽ ലീവായിട്ട് നമുക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ പരീക്ഷ എഴുതാൻ പോകുന്ന ആ ദിവസം, അതിൻ്റെ പ്രിപ്പറേഷനൊന്നും സമയമില്ല, അല്ലാതെ ആ പരീക്ഷ എഴുതാൻ പോകുന്ന ദിവസം മാത്രം നമുക്ക് അനുവദിച്ച് കിട്ടുന്നതാണ് സ്പെഷ്യൽ കാഷ്വൽ ലീവായിട്ടോ അല്ലെങ്കിൽ ആക്ച്വൽ ജേർണി ടൈം, പോകാനും വരാനും പരീക്ഷ എഴുതാനുമുള്ള സമയം മാത്രമായിട്ടൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. ഇത് ഒബ്ലിഗേറ്ററി ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഒരു തവണയല്ല, എത്ര തവണ നമ്മൾ പരീക്ഷ എഴുതുന്നു ആ തവണയെല്ലാം നമുക്ക് ഈ ആനുകൂല്യം ലഭിക്കാവുന്നതാണ്. ഇനി നമ്മൾ പുസ്തകം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പുസ്തകത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ, പരീക്ഷാ ഹാളിൽ പുസ്തകം ഈ വിത്ത് ബുക്സ് ആകുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പുറകിലായിട്ട് ആൽഫബറ്റ് ഇൻഡെക്സ് ഉണ്ട്. അത് എയിൽ വരുന്ന കണ്ടന്റ്. അങ്ങനെ നമുക്ക് ആ ആൽഫബറ്റ് ഇൻഡെക്സ് നോക്കിയിട്ട് പുസ്തകത്തിൻ്റെ നമുക്കാവശ്യമുള്ള കണ്ടന്റിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് ഈ പുസ്തകം ഉപയോഗിക്കുന്നതിൻ്റെ ഒരു മെച്ചം. മറ്റത് എല്ലാ പേജുകളും മറിച്ച് നോക്കിയിട്ട് ഉത്തരം എഴുതാനുള്ള സമയമൊന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചൊരു ധാരണയുള്ള ആളിനെ സംബന്ധിച്ചിടത്തോളം ബാക്കി ഇൻഡെക്സ് ഒക്കെ നോക്കി ചില ചോദ്യങ്ങൾക്ക് ഒരു 3, 4, 5 ചോദ്യങ്ങൾക്ക് ആ ഇൻഡെക്സ് നോക്കി തന്നെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനുള്ള സമയവും നമുക്ക് കിട്ടും എന്നതാണ് സത്യം. മുഴുവൻ ചോദ്യോത്തരങ്ങളൊന്നും പുസ്തകം ആദ്യം ഒന്നും വായിക്കാതെ ഒരു ധാരണ ഇല്ലാതെ പോയിട്ട് കണ്ടുപിടിച്ചെഴുതാമെന്നും വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഇനി നമ്മൾ ഇതിന് പുറമെ അക്കൗണ്ടൻസി ലോവറും ഹയറും എക്സിക്യൂട്ടീവ് ടെസ്റ്റിനും പുറമെ ഞാൻ പറഞ്ഞു, ചിലപ്പോൾ ഒരു ഉദാഹരണത്തിന് കേരള എഡ്യൂക്കേഷണൽ ആക്ട് ആൻഡ് റൂൾസ് എന്ന് പറയുന്ന ഒരു പേപ്പറുണ്ട്. അത് വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാർ പാസ്സാകേണ്ടതാണ്, ടീച്ചേഴ്സ് അടക്കം. KER എന്ന് പറയും. യഥാർത്ഥത്തിൽ കേരള എഡ്യൂക്കേഷണൽ ആക്ട് ആൻഡ് റൂൾസ് ആണ്. അപ്പോൾ ആക്റ്റും റൂളും ആക്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, നിയമനിർമ്മാണ സഭകൾ സൃഷ്ടിച്ചതാണ് ആക്ട്. ഒരേ അർത്ഥമാണ് രണ്ടിലും എങ്കിലും ആക്ട് എന്ന് പറയുന്നതും ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ റൂള് തന്നെയാണ്. പക്ഷേ ആക്റ്റും റൂൾസും തമ്മിൽ ചെറിയ മാറ്റമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആക്ട് എന്ന് പറയുന്നത് ഇത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിയമനിർമ്മാണ സഭകളാണ്. ആ നിയമനിർമ്മാണ സഭകൾ സൃഷ്ടിച്ച ആക്ട് അത് രാഷ്ട്രപതിയുടെ അംഗീകാരവും കൂടി ലഭിച്ചു കഴിയുമ്പോൾ ആണ് അതിന് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിയമനിർമ്മാണ സഭകൾ സൃഷ്ടിച്ച് രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടിയ ഒരു റൂളാണ്, നിയമമാണ് ആക്ട് എന്ന് പറയുന്നത്. ഈ ആക്ട് എങ്ങനെ നടപ്പാക്കാം എന്നുള്ളത് സംബന്ധിച്ചാണ്
നമ്മൾ ചട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. ചട്ടം എന്ന് പറയുന്നത് റൂളാണ്. അപ്പോൾ ആക്റ്റും ചട്ടവും, ആക്ട് നടപ്പാക്കുന്നത്, ഒരു ആക്ട് നടപ്പാക്കാൻ എന്തൊക്കെ, അത് നടപ്പിലാക്കുന്നതിന് എന്തൊക്കെ ചട്ടങ്ങൾ വേണം എന്ന് തീരുമാനിച്ചാണ്, അതിനാണ് നമ്മൾ ചട്ടം അഥവാ റൂൾ എന്ന് പറയുന്നത്. ആക്ടിൻ്റെ അകത്ത് നിന്നിട്ടേ ചട്ടത്തിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ആക്ടിൻ്റെ പുറത്തേക്ക് ചട്ടത്തിന് പോകാൻ പറ്റില്ല എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കണം. ആക്റ്റാണ് പ്രധാനം. ആ ആക്ട് നടപ്പിലാക്കാൻ വേണ്ടി അതിൻ്റെ ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചട്ടങ്ങൾ രൂപീകരിക്കുന്നു. ആ ചട്ടങ്ങളാണ് നമ്മൾ നടപ്പിലാക്കാൻ സഹായിക്കുന്ന റൂൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ഇനി അക്കൗണ്ടൻസി, ലോവർ, ഹയർ, എക്സിക്യൂട്ടീവ് ഓഫീസ് ടെസ്റ്റ്, ഇതിന് പുറമെ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും പ്രത്യേകം പേപ്പറുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഒന്ന് ഞാൻ പറഞ്ഞു, വിദ്യാഭ്യാസ വകുപ്പിൽ കേരള എഡ്യൂക്കേഷണൽ ആക്ട്സ് ആൻഡ് റൂൾസ്. പിന്നെ PW ആണെങ്കിൽ, PWDക്കാരാണെങ്കിൽ അവർക്ക് PWD ടെസ്റ്റ് ഉണ്ട്. എ കോഡ്, ഡി കോഡ് എന്നൊക്കെ പറഞ്ഞ എ കോഡ്, ഡി കോഡ്, മാനുവൽ ടെസ്റ്റ്. ഇതാണ് PWDക്കാരുടെ ടെസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ റവന്യൂവിൽ വർക്ക് ചെയ്യുന്നവർക്ക് റവന്യൂ ടെസ്റ്റ് ഉണ്ട്. പിന്നെ കോടതിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ക്രിമിനൽ ജുഡീഷ്യറി ടെസ്റ്റ് ഉണ്ട്. പിന്നെ എക്സൈസിൽ വർക്ക് ചെയ്യുന്നവർക്ക് കേരള അബ്കാരി ആക്ട് ആൻഡ് റൂൾസ് ഉണ്ട്. ഇനി മോട്ടോർ വെഹിക്കിളിലാണെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ലോസ് ഉണ്ട്, പഠിക്കണം. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ രജിസ്ട്രേഷൻ ആക്ട് പഠിക്കാനുണ്ട്. പഞ്ചായത്തിലൊക്കെ ആണെങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി മാനുവൽ ഉണ്ട്. ഇതൊക്കെ അതാത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർ മാത്രം എഴുതേണ്ട ഓരോരോ പേപ്പറുകളാണ്. ഇതിൽ KER പോലെയുള്ള പരീക്ഷകൾക്ക് പുസ്തകം അനുവദിക്കാറില്ല. KER നമ്മൾ പഠിച്ചിട്ട് പോയി പരീക്ഷ എഴുതുക തന്നെ വേണം എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കുക. ഇനി നമ്മൾ അവസാനമായിട്ട് കഴിഞ്ഞു, എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അവസാനമായിട്ട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ പരീക്ഷകളൊക്കെ എഴുതുമ്പോഴൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അറിയുന്നത് മാത്രം എഴുതുക എന്നാണ്. അപ്പോൾ ഈ പരീക്ഷകളിൽ നമ്മൾ ഈ ചില പേപ്പർ, പ്രത്യേകിച്ച് KER പോലെയുള്ള ചില പരീക്ഷകളിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കും. അത് നിലവിലുള്ള കാര്യങ്ങൾക്ക് നിലവിലുള്ള സംഗതിയുമായിട്ട് ബാധിക്കാത്തതോ. അപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ പണ്ട് പറയുമായിരുന്നു, 6ാമത്തെ പ്രവൃത്തി ദിവസത്തിൽ രജിസ്റ്ററിലുള്ള എല്ലാവരെയും KERലാണെങ്കിൽ കുട്ടികളെ പിന്നെ അവരുടെ എണ്ണം കണക്കിലെടുക്കുന്നു. എന്നാൽ ഇപ്പോൾ അതല്ല. 6ാമത്തെ പ്രവൃത്തി ദിവസത്തിൽ നമ്മുടെ രജിസ്റ്ററിൽ അല്ലെങ്കിൽ സമ്പൂർണ്ണ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലുള്ള UID ഉള്ള കുട്ടികളെ മാത്രം എടുക്കുള്ളൂ. അപ്പോൾ അത് കാലത്തിനനുസരിച്ച് മാറ്റം വരുന്ന. അപ്പോൾ ഈ മാറ്റങ്ങൾ ചിലപ്പോൾ മനസ്സിലാകാത്ത ചില ചോദ്യകർത്താക്കൾ അവർ പഴയ രീതിയിൽ ചോദ്യം ഇട്ടാൽ ആ ചോദ്യം കാലിക പ്രസക്തമല്ല. അപ്പോൾ നമ്മൾ ആ ചോദ്യം ഒഴിവാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ചോദ്യം എക്സംപ്റ്റ് ചെയ്യും. അങ്ങനെ എക്സംപ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ചില പരീക്ഷകളിൽ 15, 16, 17, 20 ചോദ്യങ്ങൾ വരെ എക്സംപ്റ്റ് ചെയ്തിട്ടുള്ള കാലങ്ങളുണ്ട്. അപ്പോൾ ഈ ചോദ്യം ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് ചോദ്യങ്ങൾ ബാക്കി, ഇപ്പോൾ ഒരു 12 മാർക്കിൻ്റെ ചോദ്യം ഒഴിവാക്കി, പോയിട്ട് എത്രയുണ്ട്? 88 മാർക്കേ ഉള്ളൂ. ഈ 88ൽ 40% കിട്ടിയാൽ പോരാ. അത് നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും. PSCയിലാണെങ്കിൽ 88ൽ ഇത്ര കിട്ടുമ്പോൾ റാങ്ക് മാറി. ഇവിടെ അങ്ങനെയല്ല. 88 ആയാലും ക്വസ്റ്റ്യൻ ആകെ ബാക്കി 88 ഉള്ളൂ എങ്കിലും നമുക്ക് 40 മാർക്ക് കിട്ടിയിരിക്കണം. 40% അല്ല, 40 മാർക്സ് ഉണ്ടായിരിക്കണം. അക്കൗണ്ട് ടെസ്റ്റ്, ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റ് പാസ്സാകണം എങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ നമ്മൾ 40 മാർക്ക് മാത്രം അറിയുന്നത് മാത്രം എഴുതിയാൽ പോരാ. ഒരു 50-55 മാർക്കെങ്കിലും ഏറ്റവും നന്നായി അറിയുന്നത് മിനിമം ഒരു 50 മാർക്കിനെങ്കിലും കൂടുതൽ എഴുതാം. എല്ലാം അറിയുന്നതാണെങ്കിൽ എല്ലാം എഴുതണം. 50 മാർക്കിനെങ്കിലും നമ്മൾ അറിയുന്ന ഉത്തരങ്ങൾ എഴുതണം എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. 40 കൃത്യം എഴുതി കഴിഞ്ഞാൽ, നമ്മൾ എഴുതിയിലെ 10 എണ്ണം എക്സംപ്റ്റോട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ 30 മാർക്കേ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ തോറ്റു. അതുണ്ടാവരുത്. എന്നാൽ അറിയാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാതിരിക്കുക എന്നുള്ളതാണ് ഈ പരീക്ഷകളൊക്കെ എഴുതുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒന്ന്, ഇതൊരു മത്സര പരീക്ഷയല്ല. നമുക്കിതിൽ റാങ്ക് കിട്ടലോ നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് ഇടലോ മെയിൻ ലിസ്റ്റ് ഇടലോ ഒന്നും ഇതിലില്ല. ഇതൊരു മത്സര പരീക്ഷയില്ല. ഇതൊരു ക്വാളിഫിക്കേഷൻ അറ്റൈൻ ചെയ്യാനുള്ള പരീക്ഷ മാത്രമാണ്. ആ പരീക്ഷയിൽ 40 മാർക്ക് കിട്ടുക എന്നതും മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. കൂടുതൽ മാർക്ക് കിട്ടണമെന്നുള്ളതൊന്നും നമ്മുടെ ലക്ഷ്യമല്ല. പാസ്സാകുക എന്നത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം.
ഇനി ഇതിൽ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, അറിയാത്ത ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ ടിക്ക് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും നമ്മളെ തോൽക്കരുത്. ഇപ്പോൾ KSRന് 2 മണിക്കൂറാണ് സമയം. KSRന് 2 മണിക്കൂറാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറേ സമയം നമ്മൾ ഒരു 1.25 മണിക്കൂർ കൊണ്ട് നമുക്ക് അറിയുന്നതെല്ലാം എഴുതി കഴിഞ്ഞു. അങ്ങനെ വെറുതെ ഇരിക്കല്ലേ, കുറേ സമയമൊക്കെ കഴിയുമ്പോൾ നമ്മൾ മടുത്ത് പിന്നെ ഒരു 5-6 എണ്ണം കൂടി നമുക്ക് ഒരു ഊഹം വെച്ച് ഒരു 10 എണ്ണം കൂടി ക്ലിക്ക് ചെയ്യും. അറിയാത്തതാണ്, ഒരു ഊഹം വെച്ച് എപ്പോഴോ എവിടോ വായിച്ചതായിട്ടൊരു ചെറിയ ഓർമ്മയുണ്ട്, ഇതായിരിക്കും ഉത്തരം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഒരു 10 എണ്ണം കൂടി ക്ലിക്ക് ചെയ്തു. നമ്മൾ ഈ 1.25 മണിക്കൂർ കൊണ്ട് പാസ്സായിരുന്ന മനുഷ്യനാണ്. നേരത്തെ പരീക്ഷയൊക്കെ എഴുതി നമ്മൾ പാസ്സായിരിക്കുകയാണ്. ആ പാസ്സായിരിക്കുന്ന ആൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രലോഭനം ചോദ്യത്തിലേക്ക് ഒന്നുകൂടെ നോക്കി വെറുതെ നമ്മളൊരു 10 എണ്ണം കൂടി ക്ലിക്ക് ചെയ്തു. ആ 10ൽ 8 തെറ്റ്, 2 ശരി, 8 തെറ്റ്. അപ്പോൾ എത്ര മാർക്ക് പോയി? 8 3 11 മാർക്കോളം നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മൾ തോറ്റുപോയി. ഓർമ്മിക്കുക, അറിയാത്തത് എഴുതി നമ്മളെ തന്നെ തോൽപ്പിക്കരുത് എന്നൊരു ആഹ്വാനവുമായിട്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഈ ഇത്തരം വീഡിയോസ് എന്തായാലും സർക്കാർ ജീവനക്കാർക്ക് മാത്രമേ ഇത് ആവശ്യമുള്ളൂ, അത്തരക്കാർക്ക് ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യണമെന്നും ഒരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.